നമസ്കാരം. ഇന്നത്തെ വിഷയം സിഗരറ്റ് അഥവാ ഇലക്ട്രിക് സിഗരറ്റിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് സിഗരറ്റ്? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സിഗരറ്റിന് പകരമായി ഉപയോഗിക്കുന്ന സാധനമാണ് ഇലക്ട്രിക് സിഗരറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത മറ്റേത് വെച്ച് നോക്കുമ്പോൾ. പിന്നീട് വേറെ എന്താണെന്ന് വെച്ചാൽ മറ്റേതിൽ പുകയാണ് ഉള്ളിലെത്തുന്നതെങ്കിലും ഇത് സിഗരറ്റിൽ വേപ്പറായിട്ടാണ് ഉള്ളിലെത്തുന്നത്. ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് ചോദിച്ചാൽ അതിൽ നമുക്കറിയാം സിഗരറ്റിൽ പല പല പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലിക്വിഡ് നിറയ്ക്കാനുള്ള പാർട്ട്, അതുപോലെ തന്നെ ബാറ്ററി വെക്കാനുള്ള പാർട്ടും, പിന്നെ ചാർജ് ചെയ്യാനുള്ള പാർട്ടും, പിന്നെ വായിലേക്ക് വെക്കാനുള്ള പാർട്ടുമായിട്ടാണ് ഇതിനെ സിഗരറ്റിനെ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ എന്താണെന്ന് വെച്ചാൽ നിക്കോട്ടിൻ, ഗ്ലിസറിൻ, ഗ്ലൈക്കോൾ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇവയുടെയൊക്കെ മിശ്രിതമായ ലിക്വിഡാണ് നമ്മുടെ ഉള്ളിൽ വേപ്പറായി നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത്. അപ്പോൾ പിന്നീട് ഒരു സ്വിച്ച് നിൽക്കുമ്പോൾ ഇവ വേപ്പറൈസ് ആയി നമ്മുടെ ഉള്ളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിഗരറ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരിക്കലുമല്ല. ഈ സിഗരറ്റിന് പകരമായി കുറേ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ സിഗരറ്റ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് വളരെ വലിയ ദോഷം തന്നെയാണ്. ചിലർ പറയും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സിഗരറ്റ് ഉപയോഗം നിർത്തുമെന്നുള്ളത്. പക്ഷേ ഇത് തീർത്തും തെറ്റായ കാര്യമാണ്. കാരണം സിഗരറ്റിനെക്കാട്ടിലും ഏറ്റവും വലിയ ദോഷമാണ് ഈ സിഗരറ്റ് ഉണ്ടാക്കുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ നിക്കോട്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിലുള്ള നിക്കോട്ടിൻ എന്ന് പറയുമ്പോൾ വളരെ മാരകമായ സാധനം തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കാൻ തോന്നും. ഇത് പ്രത്യേകിച്ചും കുട്ടികളിലും മുതിർന്ന പൗരന്മാരിലുമൊക്കെയാണ് നമ്മൾ കൂടുതലായും ഇത് ഉപയോഗിക്കുന്നത് കണ്ടുവരുന്നത്. അപ്പോൾ അത്രയും മാരകമായ സാധനമാണ് ഈ നിക്കോട്ടിൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഈ സിഗരറ്റിന് പലതരത്തിൽ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. നമ്മുടെ കാണാറുണ്ട്. എന്ന് വെച്ചാൽ ചെറിയ സിഗരറ്റിൻ്റെ രൂപത്തിലായാലും, അതുകൂടാതെ ബാറ്ററിയൊക്കെ ചെറിയ രൂപത്തിലായാലും, വലിയ ബാറ്ററിയുള്ള രൂപത്തിലായാലും എന്നിങ്ങനെ പലതരത്തിൽ പല സൈസിലൊക്കെ നമ്മൾ ഈ സിഗരറ്റ് ഇന്ന് കാണാറുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇത് കുട്ടികളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നത്, കുട്ടികളെ മുതിർന്നവരെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഈ സിഗരറ്റ് എന്ന് പറയുമ്പോൾ അത്രയും പൊതുവായി വരുന്നൊരു കാലമാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ചും നമ്മൾ സിഗരറ്റിൽ നിന്നും വളരെ ഭേദമായി പിന്നെയും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന എളുപ്പത്തിനായി കുട്ടികളും മുതിർന്നവരൊക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ഇതിൻ്റെ ലിക്വിഡ് വേപ്പറൈസ് ആയി നമ്മൾ എത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ലഹരി നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ആൾക്കാരിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ശിക്ഷ എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു പ്രാവശ്യം ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ ഇത് 1,00,000 രൂപയും അതുകൂടാതെ 1 വർഷം ജയിലുമാണ് ഇതിന് ശിക്ഷ. പിന്നെയും ഇത് ഇറക്കുമതി ചെയ്ത് പിടിക്കുകയാണെങ്കിൽ 3 വർഷം ജയിലും 5,00,000 രൂപ പിഴയുമാണ് ഉള്ളത്. പിന്നെ ഇത് കൈവശം വെക്കുകയാണെങ്കിൽ 6 മാസം ജയിലും പിന്നെ അതുകൂടാതെ 50,000 രൂപ പിഴയുമായിട്ടാണ് ഇതിങ്ങനെ തരംതിരിച്ചിരിക്കുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇവ ധാരാളം വേസ്റ്റ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വേസ്റ്റ് വേസ്റ്റിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അത് ഈ സിഗരറ്റിൽ നിന്ന് മാത്രമല്ല, എത്രത്തോളം കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഒക്കെ ആയിട്ടാണ് ഈ വേസ്റ്റ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ സിഗരറ്റും കൂടെ വരികയാണെങ്കിൽ അത് ധാരാളമായി കുമിഞ്ഞു കൂടുന്നതാണ്. കാരണം ഈ ബാറ്ററിയും അതുപോലെ പല സൈസിലുള്ള സാധനങ്ങളൊക്കെ പിന്നീട് വേസ്റ്റായി മാറുകയാണ് ചെയ്യുന്നത് കുറേ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഈ വേസ്റ്റ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ധാരാളം ഭവിഷ്യത്തുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഈ സിഗരറ്റ് കാരണം ഉണ്ടാകുന്നത്. അപ്പോൾ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.